ഞാൻ ചെയ്യണ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം. എനിക്കറിയാം ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ മാറ്റണം എന്നുള്ളത് അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് പറയുമ്പോൾ എനിക്കത് ഞാൻ ചെറിയ ദേഷ്യം വരാറുണ്ട്. പിന്നെ ഗേൾസിന്റെ കാര്യം, ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ്? അതെ ഫ്രണ്ട്. ആഫ്റ്റർ മാരേജ് ആരതിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലം? കോട്ടയോ? തെറ്റി. പാരീസ്. പിന്നെ റോബിൻ ചേട്ടന്റെ ഫേവറേറ്റ് കളർ? അത് എല്ലാ പെൺപിള്ളേർക്കും അറിയാം. റോബിൻ ചേട്ടന്റെ സ്റ്റാർ സൈൻ? രണ്ട് ആൻസർ എഴുതിയേക്കണേ. ഭരണി. റോബിൻ ചേട്ടന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം, ആരതിയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. Made for each other. ചേട്ടൻ അങ്ങോട്ട് തിരിയ, അപ്പൊ ഇത് കാണില്ല. ഞാൻ ഇങ്ങോട്ട് ഇരുന്നു. ഓക്കെ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. കേട്ടോ, ഞാൻ പറയുന്നത് കേക്ക്, നിങ്ങൾ എന്നെ നോക്കി. രണ്ടുപേരും ബോർഡൊക്കെ കിട്ടി തിരിഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കറക്റ്റ് ആൻസർ എഴുതണം. ഫുള്ള് ശരിയാക്കി കഴിഞ്ഞ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ചോദിക്കട്ടെ, ആഫ്റ്റർ മാരേജ് ആരതിക്ക് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലം? ആലോചിക്കല്ലേ റോബിൻ ചേട്ടൻ, വേഗം എഴുതേക്കും. ചിലപ്പോ 2-3 പറഞ്ഞിട്ടുണ്ടാവും, അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം പറഞ്ഞ സ്ഥലം. ആഫ്റ്റർ മാരേജ് വേണോ, അതെ അങ്ങനെ വേണോ, അതെ നമ്മൾ പോണോന്ന് അങ്ങനെ പറയണോ? ആഫ്റ്റർ മാരേജ് ആണ്. എന്നാ ആരതിക്ക് പോണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം ഏറ്റവും കൂടുതൽ ഇപ്പം? ഓക്കെ, എന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇപ്പൊ ഇവരെന്നെ ചാക്കിട്ട് പിടിച്ച് ക്വസ്റ്റ്യൻ മാറ്റി കളഞ്ഞല്ല, ഉത്തരം ശരിയാക്കാൻ വേണ്ടിട്ട്. എനിക്ക് ഇത് കറക്റ്റ് ആയിരിക്കില്ല. ഇത് കുറേണ്ടല്ലേ. റെഡി? കാണിക്കുന്ന കടേ കോട്ടയോ? തെറ്റി. എന്തെഴുതിയേ? ഞാനൊന്ന് പാരീസ്, പിന്നെ അത് ഞാൻ ഓർത്തില്ല. ഞാൻ കോട്ടയത്തേക്ക് പോണെന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പൊ അവിടെ പോകുമ്പോ ഒരു നൊസ്റ്റാൾജിയ. ഞാൻ വിചാരിച്ചു ഞാൻ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോ പാരീസ്. ഞാൻ പാരീസ്, അത് പിന്നെ ഒരു ഓൾഡ് ഏജോ. ഒന്നെങ്കിൽ ഈ അറ്റായിരിക്കും, അല്ലെങ്കിൽ ഈ അറ്റായിരിക്കും. കോട്ടയം കറക്റ്റ്, ഞാനാ തെറ്റിച്ച. ഇത് അതല്ല, രണ്ട് എക്സ്ട്രീം, ഒന്ന് പാരീസ് ഒന്ന് കോട്ടയം. ഇത് മൊത്തം ഞാൻ തോക്കുന്നു. എല്ലാ ഗെയിമിലും ഞാൻ. ഓക്കെ, അടുത്തത്. ആ ഇന്റർവ്യൂ ഇല്ലേ, ഫസ്റ്റ് ഇന്റർവ്യൂ, നിങ്ങൾ അന്നാണല്ലോ ആദ്യമായിട്ട് കാണുന്നത്. ആ ഇന്റർവ്യൂവിന് ശേഷം ആദ്യമായി പുറത്തു പോയപ്പോ ആരതി ഇട്ട ഡ്രസ്സ്? ഇത് തെറ്റിച്ച ചേട്ടന് കൊല്ലു. ഇല്ലില്ല, ആരതി വേഗം എഴുതുന്നുണ്ട്. ഡ്രസ്സിന്റെ കളർ എഴുതിക്കോ വേണമെങ്കിൽ, മനപ്പുറത്ത് എത്ര ഉണ്ടെന്ന് അറിയാലോ. ആ ദിവസങ്ങൾ ഒരിക്കലും മറക്കില്ല. നോക്കല്ലേ. നോക്കട്ടെ, ഇനിയില്ല, കാണിക്കേ. ധാവണി ഫ്രോക്കാ? റെഡ് കളർ ലോങ് ഫ്രോക്ക്. നമ്മൾ എവിടെ പോയപ്പോ? നമ്മൾ പുറത്ത് പോയപ്പോഴെന്നാണ് പറഞ്ഞത്. പുറത്ത് പോയപ്പോഴാണോ? അപ്പൊ അവള് തെറ്റിച്ച്, ഞാൻ കറക്റ്റാണ് എഴുതിയത്. അല്ല, ഇന്റർവ്യൂവിന് ശേഷം ഞങ്ങൾ കണ്ടത്. ഇന്റർവ്യൂവിന് ശേഷം നമ്മൾ പുറത്ത് ആദ്യമായിട്ട് പോയത്. ഞങ്ങൾ ഇന്റർവ്യൂവിന് ശേഷം ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നത് എന്റെ വീട്ടിലല്ല. നമ്മൾ അവിടെ ഗ്രാൻഡ് ഹൈറ്റിൽ പോയത്. ഞാനാണ് ശരിയാക്കിയത്. ഞാൻ പുറത്ത് പോയപ്പോ പ്രത്യേകിച്ച് പറഞ്ഞേ.
അത് അവള് തെറ്റിച്ച് ഞാൻ ശരിയാക്കി. അത് ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്ത ഞാനാണ് ശരിയാക്കിയത് കേട്ടോ. ആ ശരി ശരി ഇല്ല ആരതിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. അത് കേക്കണം, അതെ കേക്കണം. എന്ത് ക്ലിയർ ആയില്ല? ഇത് എഴുതിയപ്പോ പറഞ്ഞെന്നറിയോ, ഇതെങ്ങാനും റോബിൻ ചേട്ടൻ തെറ്റിച്ചാണ് ശരിയാക്കി തരാം. ഞാൻ കറക്റ്റ് എഴുതി. ഓക്കെ, അടുത്തത് റോബിൻ ചേട്ടന്റെ ഫേവറേറ്റ് കളർ. അത് എല്ലാ പെൺപിള്ളേർക്കും അറിയാം. ഈശ്വര. പല ഗെയിമും കുട്ടി കളിച്ചിട്ടുണ്ട്. അകത്തും ബിബൂസിന്റെ അകത്തും പുറത്തും കളിച്ചിട്ടുണ്ട് ഈ കളി അല്ലേ? അതെല്ലാ പെൺപിള്ളേർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഒരെണ്ണം ആട്ടോ ഇതുവരെ ശരിയായത്, രണ്ടും. ഓക്കെ, അയ്യോ ലാസ്റ്റ് ടൈം നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ലേറ്റ് ആയത് ആര് കാരണമാണ്? അയ്യോ അത് ഒരേ ആൻഡ് എവിടെ പോകാൻ? വലുതാക്കി എഴുതുന്നുണ്ട് കേട്ടാ. കാണിക്കല്ലേ? ഓക്കെ, പൊടി ഈ വീടിന്റെ ഫ്രണ്ടിലെത്തിട്ട് ഫുൾ ഓൺ അടിച്ച് ഞാനാണ് ലേറ്റ് ആക്കി. ഞങ്ങൾക്ക് റെഡി ആവിച്ച സൗണ്ട്. അയ്യോ സോറി. ഇത് തന്നെ ഇട്ടല്ലേ, നീ അത് തന്നെ എഴുതി. കറക്റ്റ്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം എവിടെ ശരിയായി. പോവാണെങ്കിലും ഞാനാണ് ലേറ്റ് ആക്കുക. റോബിചാന്റെ ഭയങ്കര കൃത്യനിഷ്ഠയാണല്ലേ? ടൈമിങ് ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര പങ്ക്ച്വലാ. ഓക്കെ, ചോദിക്കട്ടെ, ആദ്യമായി കണ്ട ഡേറ്റ്? ആദ്യമായി കണ്ട എന്താന്ന് അറിയാലോ അല്ലേ? മാറിപ്പോയില്ല. ഈശ്വര. ഇങ്ങനെ തെറ്റിച്ചിരുന്നേ. അത് കുഴപ്പമില്ല, ഡേറ്റ് ചോദിച്ചു. അയ്യോ സോറി. ഈശ്വര, കേട്ടോ? ഓക്കെ, അടുത്തത് റോബിൻ ചേട്ടന്റെ സ്റ്റാർ സൈൻ. പണി പാളി. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണ. സ്റ്റാർ സൈൻ. അയ്യോ അത് എനിക്കറിയില്ല. മറ്റേത് നക്ഷത്രം മാത്രമേ അറിയുള്ളൂ. സ്കോർപ്പിയൻ. ഇത് രണ്ട് ആൻസർ എഴുതിയേക്കണേ. ഭരണി. എനിക്കറിയില്ല. അതൊന്ന് എനിക്കറിയില്ല. അതാണ് പറഞ്ഞു, എനിക്ക് നക്ഷത്രം മാത്രമേ അറിയുള്ളൂ, മറ്റേത് അറിയില്ലായിരുന്നു. സ്റ്റാർ മാത്രമേ അറിയുള്ളൂ. സ്റ്റാർ എന്താ ചിരിച്ചേനൊക്കെ കിട്ടിക്കോളും. ഓക്കെ, ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ്? അതായത് ഒരുപാട് തവണ ഈ ഒരു പെർട്ടിക്കുലർ റീസൺ കൊണ്ട് നിങ്ങൾ വഴക്കിട്ടിട്ടുണ്ടാവാം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വലിയ വഴക്കുണ്ടായ ഇൻസിഡന്റ് അല്ല, എപ്പോഴും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിന് വഴക്കിട്ടിട്ടുണ്ട്. എന്താ? അപ്പൊ അത് ഏതാന്ന് ക്ലൂ കൊടുത്തു. അറിയാത്ത. എത്ര ശരിയാക്കി? 3 എണ്ണിക്കോട്ടെ. എനിക്കറിയില്ല. എന്തത്? യുവർ ഫാമിലി. അതെ ഫ്രണ്ട്. ശരിയാക്കിട്ടോ. ഓക്കെ, അടുത്തത് ശരിക്കട്ടെ. ബീച്ച് ഓർ മൗണ്ടൻ? ഓക്കെ, 2 ഓപ്ഷൻ തരാണ്. ആരതി ഇതിലേത് ചൂസ് ചെയ്യും? ഓക്കെ, അടിപൊളി. ബീച്ച് എനിക്ക് ഭയങ്കര ചെയ്തിട്ടുണ്ട്. ചോദിക്കാൻ പാടുമെന്നാവോ? ചോദിക്കട്ടെ. 2 പേരും ഏറ്റവും കൂടുതൽ ഒരുമിച്ചിരുന്ന് ചിരിച്ച് മരിച്ച ഒരു കാര്യം. മേ ബി നിങ്ങൾ റിപ്പീറ്റ് അടിച്ച ആ കാര്യം ഓർത്ത് ചിരിച്ചിട്ടുണ്ടാവാം, വീണ്ടും പറഞ്ഞു ചിരിച്ചിട്ടുണ്ടാവാം. അയ്യോ കൊറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ
എഴുതി അവിടെ. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കുറേ കാര്യങ്ങൾ. അല്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴെപ്പോഴും ചിരിച്ച് ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. മനസ്സിലായി. ഇപ്പൊ തെറ്റിക്കൊണ്ടോ ഞാൻ മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി. ഇതാരെന്ന് മനസ്സിലായില്ലേ? യുവർ ഫ്രണ്ട് പോലീസ് സ്റ്റേഷൻ. ഓ ഞാനായിരുന്നു എഴുത്. അങ്കിൾ അങ്കിളാ. നമ്മള് ചിരിച്ചിട്ടില്ലല്ലോ. ഇതല്ലേ ഞാൻ ചിരിച്ചിട്ടുണ്ട്. നീ ചിരിച്ചതല്ല, നമ്മൾ രണ്ടും ഒരുമിച്ച് ചിരിച്ച കാര്യമാണ് എഴുതേണ്ടത്. ശരിയാ ശരിയാ. എന്റെ ഒരു ഫ്രണ്ട് കൊറേ ഉണ്ടായിരുന്നു. ഓക്കെ. ഫേവറേറ്റ് മെമ്മറി ബോത്ത് ടുഗെദർ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അതില് മേ ബി നിങ്ങൾ എപ്പോഴും ആ ഒരു മെമ്മറിയെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കാം ഏറ്റവും ഫേവറേറ്റ് മെമ്മറി. ഈശ്വര, ഇത് രണ്ടുപേരും ഒന്നാവണേ എഴുതണത്. ഞാൻ തെറ്റിക്കും, എനിക്ക് അങ്ങനൊന്നും അറിയില്ല. എന്നെ പണ്ട് ആരും കളിക്കാൻ കൂട്ടാറില്ല. ഓൾ മെമ്മറീസ് എൻഗേജ്മെന്റ് ഇന്റർവ്യൂ. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. ഓക്കെ. റോബിൻ ചേട്ടന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം, ആരതിയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതണോ? രണ്ടുപേരും എഴുതണോ? എന്റേത് ഞാൻ തന്നെ എഴുതണം. അല്ലേ വേണ്ട, റോബിൻ ചേട്ടന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം എഴുതിയോ? ഞാൻ എഴുതണം. രണ്ടുപേരും എഴുതിക്കോ. അതായത് ആരതി ഏതായിരിക്കും പറയാന്നുള്ളതും റോബിൻ ചേട്ടൻ എഴുതണം. ഒരെണ്ണം എഴുതിയാ മതി. ഈശ്വര, ഇത് കൊറേ. അതെ, ഇത് എന്റെ ചിലപ്പോ ചേട്ടൻ ഇതായിരിക്കും എഴുതാൻ ചാൻസ്, അതുകൊണ്ട് ഞാൻ എഴുതിയതാ. കണ്ട ദേഷ്യം. പക്ഷെ എനിക്ക് ശരിക്കും എല്ലാരും ട്രസ്റ്റ് ചെയ്യണതാണ് ഇഷ്ടമില്ലാത്തത്. ആള് എഴുതാൻ ചാൻസ് ഉള്ളത് ദേഷ്യമായിരുന്നു. അത് ഞാൻ ദേഷ്യം എനിക്ക് പ്രശ്നമില്ല. കറക്റ്റ് ആയിട്ടോ. ഓക്കെ. ഇനി പൊടിയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം. ഇഷ്ടമല്ലാത്തല്ലേ? നോ പഞ്ച്വാലിറ്റി. കൃത്യനിഷ്ഠതയില്ലായ്മ. അയ്യോ സോറി. ഓക്കെ, അത് കറക്റ്റായി. ഓക്കെ, അടുത്തത്. റോബിൻ ചേട്ടൻ ഏറ്റവും ക്രേസ് എന്തിനോടാണ് അതർ ദാൻ ആരതി? ഓഫ്, ഞാൻ വെറുതെ എന്റെ പേര് എഴുതി. എനിക്കറിയായിരുന്നു അത് എഴുതുമെന്ന്, അതുകൊണ്ട് ഞാൻ അതർ ദാൻ ആരതിയാണ് ചോദിക്കുന്നത്. കുട്ടി വേറെ വല്ലതൊക്കെ എഴുതും. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. ഓക്കെ. ആരതിയെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യം. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യം. ആര് ഇറിറ്റേറ്റ് ചെയ്യുന്ന? ആരതിനെ മൊത്തത്തില്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മാത്രം നടക്കുന്ന കാര്യം. ഇതിൽ ഔട്ട്സൈഡേഴ്സ് ഒന്നും ഇല്ല. ആരതി എഴുതുമ്പോ റോബിൻ ചേട്ടൻ എഴുതാൻ സാധ്യത ഉള്ളതും കൊണ്ട് എഴുതണേ. അതെനിക്കിഷ്ടം. സിംപ്ലിസിറ്റിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചേട്ടൻ ഇങ്ങനെ ഒരു ആൻസർ പ്രതീക്ഷ. ഒരെണ്ണം കൂടെ എഴുതാണെങ്കിൽ അതെന്തായാലും പൊട്ടത്തെറ്റാ. എനിക്ക് ഇറിറ്റേഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്ന രണ്ട് കാര്യങ്ങള്. നോ പേഷ്യൻസ്, ക്ഷമയില്ല. ക്ഷമയില്ല, ആങ്കർ. ആങ്കറോ? എനിക്കോ? അല്ല, ആരുടേത്? ഇവളുടെ. എനിക്ക് മനസ്സിലായില്ല. ആരതിക്ക് അതായത് ദേഷ്യം ചേട്ടന്റെ ഉള്ളതല്ല, എനിക്ക് ദേഷ്യം, എനിക്ക് ഇറിറ്റേഷൻ ആവുന്ന കാര്യങ്ങള്. അങ്ങനെയാണ് ചോദിച്ചത്. ഇവക്ക് ഇറിറ്റേഷൻ ആവുന്ന കാര്യങ്ങളാ? ഇവക്ക് ഇറിറ്റേഷൻ ആവുന്ന കാര്യങ്ങളാ? എന്നെ ഇറിറ്റേഷൻ ആവുമല്ലോ. അതിലേതെങ്കിലും ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുന്ന രണ്ടെണ്ണം എഴുതിക്കോ. എന്തിനാണ് ഏറ്റവും കൂടുതൽ വാദിക്കാറുള്ളത്?
അയ്യേ, ഇതിനാണോ ഞാൻ ബാധിക്കാറുള്ളത്? ക്വസ്റ്റ്യൻ ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? ആ ചേട്ടൻ തോറ്റു. കാണിച്ചു കൊടുക്ക്. ഒന്ന്, ബിസിനസിന്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യണ ചില മിസ്റ്റേക്സ് ഉണ്ടാവും. ചേട്ടൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ദേഷ്യം. എനിക്കറിയാം ചില കാര്യങ്ങൾ ഞാൻ മാറ്റണം എന്നുള്ളത് അറിയാം, പക്ഷെ എന്നാലും പെട്ടെന്ന് പറയുമ്പോൾ എനിക്കത് ചെറിയ ദേഷ്യം വരാറുണ്ട്. പിന്നെ ഗേൾസിന്റെ കാര്യം, ഗേൾസിന്റെ അതൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഒരു ചെറിയ ഇറിറ്റേഷൻ ആണ് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുമ്പോൾ. ഓക്കെ, റോമിനോടും ഞാൻ ഓർക്കുന്നു. ഓക്കെ, ആരതി ഭയങ്കര സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു മൊമെന്റ് എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ, ഇപ്പോ അത് സന്തോഷമായിരുന്നില്ല. സന്തോഷം കൊണ്ടാണ് എഴുതേണ്ടത്. ആണോ? സന്തോഷം കൊണ്ട് കരഞ്ഞ ദിവസമല്ല, ഭയങ്കര സന്തോഷം കൊണ്ടായിരുന്നു മേ ബി ആ മൊമെന്റ്. എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്ക് രണ്ടുപേർക്കും എഴുതാനില്ല എന്ന് തോന്നുന്നു. ആ, ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, എൻഗേജ്മെന്റ്. അയ്യോ, ഞാൻ എഴുതണം എന്ന് വിചാരിച്ചതായിരുന്നു, ഞാൻ മറന്നുപോയി. പൊട്ടിക്ക് ഇട്ടപ്പോ കരഞ്ഞപ്പോ അല്ല, എൻഗേജ്മെന്റ് എഴുതണം എന്ന് വിചാരിച്ച. എൻഗേജ്മെന്റ് എഴുതണ പക്ഷെ ഞാൻ ഈ അടുത്ത്, പക്ഷെ റോബിൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കരഞ്ഞപ്പോ. അതെ, ഞാൻ അതാ പിന്നെ ആലോചിച്ചത്. ബൊട്ടീക്കിൽ കൊറേ ഗിഫ്റ്റ് തന്നിട്ടില്ലേ റോബിൻ ചേട്ടൻ? ആ, ഓക്കെ, ആരതിക്ക് തന്ന രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാണ് മഴപ്പുറത്ത്. ഇതൊക്കെ ഓർത്തിരിക്കണം രണ്ടുപേരും. തന്ന രണ്ടാമത്തെ ഗിഫ്റ്റ് റോബിൻ ചേട്ടൻ ഓർമ്മയുണ്ട്. ടെൻഷൻ ആരതി എന്താ എഴുതാന്ന് ഓർത്ത. കൊറേ എഴുതിയാ? ഇല്ല, എന്തായിരുന്നു അത്? എന്താ കാണിച്ച് ഞങ്ങൾ അല്ല, ഡ്രസ്സും ഹാൻഡ് ബാഗും ചപ്പലും, അതാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്താ കൊടുത്തേ? ആദ്യം എന്താ തന്നത്? ആദ്യം ഇതല്ല, ആദ്യം ഇത്, രണ്ടാമത്തെ ഇത് എയർപോർട്ടിൽ നിന്ന്. മറന്നുപോയോ? മറന്നുപോയി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. റോമി ചേട്ടൻ അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നു. ഓക്കെ, അതൊരു സൈഡില്. ഇപ്പുറത്ത് ആരതിയുടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നു. ആദ്യം ഏതായിരിക്കും ആരതി ചെയ്യാം? ചേട്ടനെ തന്നെ അറിയാത്. റോബിൻ ചേട്ടൻ ഞാൻ വിളിച്ച വരും, ആരതി കസ്റ്റമർ എന്നായിരിക്കും. ഓക്കെ, കറക്റ്റ്, അതിനായിരിക്കും. അല്ല, കൊറേ വട്ടം ഞാൻ പോസ്റ്റ് കൊടുത്തിട്ടുള്ളതാ. ആണോ? ഓക്കെ, അയ്യോ സോറി, ഇത് എന്ത് ഇത്? ആ, അപ്പൊ നമ്മുടെ മെയ്ഡ് ഫോർ ഈച്ച് അതർ റൗണ്ട് കൂടെ